കഴിഞ്ഞ 10 വർഷം ഇടത് സർക്കാർ ഭരിച്ചു. ഈ നാട്ടിൽ ഒരു മനുഷ്യനും കുടിയിറക്കപ്പെട്ടിട്ടില്ല. അവന്റെ താമസ സ്ഥലത്തേക്ക് ബുൾഡോസർ ഓടിയെത്തിയില്ല. സർക്കാർ മാറി. BJP ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ കുടിയൊഴിപ്പിക്കലിന് ഉത്തരവ് വന്നു. ഇടുക്കി പൂപ്പാറയിൽ 80ഓളം കുടുംബങ്ങളെ നിന്ന നിൽപ്പിൽ തെരുവിലേക്ക് ഇറക്കി വിട്ടൊരു കാഴ്ച. ഒരു സർക്കാർ മാറാൻ വേണ്ടി കാത്തിരുന്നു. ആ സർക്കാരിന്റെ കാലയളവിൽ ഒരിക്കലും നിങ്ങൾ കേൾക്കാത്ത ദീനരോധനവും നിലവിളിയും ഈ നാട്ടിലെ മനുഷ്യരിൽ നിന്നുണ്ടാകുകയാണ്. നിന്ന നിപ്പിൽ കൈക്കുഞ്ഞുങ്ങളെ വരെ എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ. അവർ മൊഴിഞ്ഞ ശാപവാക്കുകളുണ്ട്. ஆனா இந்த உலகத்திலே இந்த காரியத்தை இந்த இடத்துல மாதிரி எங்கேயுமே நடக்கல. இந்த கேரளா கவர்மெண்ட் மாதிரி மோசமான கவர்மெண்ட் எதுவுமே இல்ல. நாசமா போயிரும் கேரளா கவர்மெண்ட். அவ்வளவுதான், வேற ஒண்ணும் கிடையாது. கேரளா நசிச்சு நாசாயிட்டு போகணும். ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാ, കയ്യും കാലും വയ്യാത്തവരാ. ഗുണം മുടിക്കില്ല കേരള ഗവൺമെന്റ്. കുഞ്ഞുങ്ങളായിരിക്കണത് അവരെങ്ങോട്ട് പോയിരിക്കും? എവിടെ പോയിരിക്കും? ഞങ്ങൾ റോട്ടിൽ പോയി കിടക്കാൻ പറ്റുമോ? റോട്ടിൽ കിടക്കാൻ സമ്മതിക്കോ അവര്? ഏതെങ്കിലും മാറ്റി സ്ഥലമെങ്കിലും തരണ്ടേ അവര്? എന്താണ് ഈ ഗവൺമെന്റ്? ഈ പാവപ്പെട്ട മക്കള് ഈ തേലക്കാട്ടിലെ നശിപ്പിച്ച് അവർ 5ഉം 10ഉം ഉണ്ടാക്കിയിട്ട് ഈ വീടുകളെ ഉണ്ടാക്കി അവിടെ താമസിക്കുന്നത്. അവരെ താമസിക്കുക ഇവിടെ മാറ്റണമെങ്കിൽ വേറെ ഒരു പലി ഏതെങ്കിലും പലി ചെയ്തു കൊടുത്താലേ. എങ്ങോട്ടാ പോകുന്നത്? எங்க போகனே தெரியல. கவர்மெண்ட் எங்களுக்கு தெருவுலதான் நிக்கிறோம். இது கொச்சிനും வச்சிட்டு நாங்க எவ்வளவு போச்சு. ഒരു സ്ഥലം പോലും ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് തന്നിട്ട് പോലില്ല. പഞ്ചായത്തുകാർ ഇത് മൊത്തം മൊത്തം നാശമാക്കി. പന്നിയാർപ്പുഴ കയ്യേറി വർഷങ്ങളായി താമസിക്കുന്ന മനുഷ്യരെയാണ് BJPക്കാർ ഒറ്റ ദിവസം കൊണ്ട് വഴിയാധാരമാക്കിയത്. അവർ സാങ്കേതികമായിട്ട് പ്രകൃതി സ്നേഹികൾ എന്നുള്ള നിലയ്ക്ക് വിജയിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷേ ഉദ്ദേശം അവരുടെ ജാതിയും മതവും ഒക്കെയാണ്, അല്ലാതെ പ്രകൃതി സ്നേഹമല്ല. മനുഷ്യനെ ഒരു സുപ്രഭാതത്തിൽ തെരുവിലേക്ക് ഇറക്കി വിടുമ്പോൾ ഇവനും ആ കുഞ്ഞുങ്ങളും എവിടെ അന്തി ഉറങ്ങും? ഇവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? ഇവരുടെ ജീവിതം എന്താകും? ഇതൊന്നും ചിന്തിക്കാതെയുള്ള നടപടികൾക്ക് പോകുമ്പോൾ അവിടെ സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തികൾ പോലും അവരെ സമാധാനിപ്പിക്കാൻ ചെന്നതായിട്ട് കണ്ടിട്ടില്ല.